സ്കൂൾ വിക്കിയെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ wiki.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി സ്കൂൾ വിക്കി എന്ന പേരിൽ ഒരു പുതിയ ഹെഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുക. ഹെഡിംഗ് വിഭാഗത്തിലെ ഹെഡിംഗ് 2-ലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. ഫോണ്ട് ഫാമിലി ഉബുണ്ടു, സ്റ്റൈൽ ബോൾഡ്, ഫോണ്ട് സൈസ് 110%, ഫോണ്ട് കളർ റെഡ്. ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും ഈ സ്റ്റൈൽ നൽകുക. പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നവയാണ് ഉപശീർഷകങ്ങൾ. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം. An article on school wiki is given in exam documents folder in home with the file name wiki.ott. Open this file in LibreOffice Writer and create a new heading style with the name School Wiki for all subheadings with the following attributes. The new style School Wiki is to be created in the heading 2 of the heading section. Font family Ubuntu, style bold, font size 110%, font color red. Apply this new style for all subheadings. All subheadings are green in color. Save this modified file in exam folder in home with your register number _ question number as its file name. wiki.ott എന്ന ഫയലാണ് നമുക്കിവിടെ തുറക്കേണ്ടത്. എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് ഫയലുള്ളത്. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. ഇതിൽ wiki.ott എന്ന ഫയൽ ഇവിടെയുണ്ട്, അത് തുറക്കുന്നു. ഫയൽ ഇവിടെ താഴെ മിനിമൈസായി കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ വിക്കി എന്ന ഫയൽ തുറന്നു വന്നു. ഇതിൽ സ്കൂൾ വിക്കി എന്ന പേരിലുള്ള സ്റ്റൈലാണ് നിർമ്മിക്കേണ്ടത്. സ്റ്റൈൽ നിൽക്കുവാൻ വേണ്ടി സ്റ്റൈൽ ബോക്സിൻ്റെ വലതു ഭാഗത്ത് കാണുന്ന കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. മോർ സ്റ്റൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലെ ഹെഡിംഗ് വിഭാഗത്തിലുള്ള സ്റ്റൈലുകളാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ഹെഡിംഗ് 2 എന്ന വിഭാഗത്തിലാണ് നമുക്ക് സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. അതുകൊണ്ട് ഹെഡിംഗ് 2 സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പേര് നൽകുവാനായി ഓർഗനൈസർ എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. സ്കൂൾ വിക്കി എന്നതാണ് സ്റ്റൈലിന് നൽകേണ്ട പേര്. അതുകൊണ്ട് ഇവിടെ നെയിം എന്ന ഭാഗത്ത് സ്കൂൾ വിക്കി എന്ന് പേര് നൽകുന്നു. പേര് നൽകി. അടുത്തത് ഫോണ്ട് ഫാമിലി ഉബുണ്ടു നൽകണം. അതിനായി ഇവിടെ ഫോണ്ട് ടാബ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇത് മാറ്റിയിട്ട് ഉബുണ്ടു എന്ന് കൊടുക്കുന്നു. ഇവിടെ ഉബുണ്ടു എന്ന് കൊടുത്തു. അടുത്ത പ്രത്യേകത സ്റ്റൈൽ ബോൾഡ് എന്നതാണ്. സ്റ്റൈൽ ഇവിടെ ബോൾഡ് തന്നെയാണ്. ഫോണ്ട് സൈസ് 110%. അതുകൊണ്ട് ഫോണ്ട് സൈസ് ഇവിടെ 110 ആക്കുന്നു. ഫോണ്ട് കളർ റെഡാണ്. ഫോണ്ട് കളർ സെലക്ട് ചെയ്യുവാൻ വേണ്ടി ഫോണ്ട് എഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓട്ടോമാറ്റിക് എന്നത് മാറ്റിയിട്ട് റെഡ് എന്നത് കൊടുക്കുന്നു. എല്ലാ പ്രത്യേകതകളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. നമ്മൾ നിർമ്മിച്ച സ്റ്റൈൽ ഇതിലേക്ക് വരുവാൻ വേണ്ടി അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നിർമ്മിച്ച സ്റ്റൈൽ എന്ന് നോക്കാം. ഹെഡിംഗ് 2 എന്ന വിഭാഗത്തിലാണ് സ്റ്റൈൽ നിർമ്മിച്ചത്. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ വിക്കി എന്ന പേരിൽ നമ്മൾ നിർമ്മിച്ച സ്റ്റൈൽ ഇവിടെ കാണാം, ചുവന്ന നിറത്തിൽ. ഇനി പച്ച നിറത്തിലുള്ള സബ് ഹെഡിങ്ങുകൾക്കെല്ലാം ഈ സ്റ്റൈൽ നൽകണം. ആദ്യത്തെ സബ് ഹെഡിങ് സെലക്ട് ചെയ്തു. ഇനി അതിന് നമ്മൾ നിർമ്മിച്ച സ്റ്റൈൽ നൽകാൻ പോവുകയാണ്. സ്കൂൾ വിക്കി എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്റ്റൈൽ മാറി. അതുപോലെ ഇവിടെ പേരും കാണാവുന്നതാണ്. കൺട്രോൾ കീ അമർത്തി ഒരുമിച്ച് എല്ലാ ഹെഡിങ്ങുകളും സെലക്ട് ചെയ്യാം. ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഓരോ ഹെഡിങ്ങുകളായി സെലക്ട് ചെയ്താലും മതി. ഇവിടെ ഇപ്പോൾ ഞാൻ കൺട്രോൾ കീ ഉപയോഗിച്ചിട്ട് എല്ലാ ഹെഡിങ്ങുകളും ഇതുപോലെ സെലക്ട് ചെയ്യുകയാണ്. ഇനി ഇവയ്ക്കെല്ലാം സ്റ്റൈൽ നൽകുവാനായി നമ്മൾ നിർമ്മിച്ച സ്കൂൾ വിക്കി എന്ന സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും നമ്മൾ നിർമ്മിച്ച സ്കൂൾ വിക്കി എന്ന സ്റ്റൈൽ വന്നു കഴിഞ്ഞു. ഇനി ഈ ഫയൽ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇതിലെ എക്സാം 10 സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ ഫയലിന് പേര് നൽകുന്നു. ഇനി സേവ് ചെയ്യാനായി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം 10ൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ കാണുന്നുണ്ട്.